കോസൗ ബാലീതി നിർദ്ദിഷ്ട കസ്യപുത്ര പ്ലവംഗമാ കോ ഭവാൻ. നീ ആരാ? വാനരം, എടാ കൊരങ്ങാ, നീ ആരാ? നീ ഇന്നതാ ഇന്ന ഡിക്കിലറ്റാണ് എന്നാളുള്ള മകനാണ് എന്നൊക്കെ പറയണു. നല്ലതല്ലാതെ കണ്ട് ഞാനിതൊന്നും കേട്ടിട്ടില്ല. നീ ആരാ? എനിക്ക് നിന്നെ പരിചയമില്ല, നിന്നെ പറ്റി കേട്ടിട്ടില്ല. എന്താ നിൻ്റെ പേരെന്താ? എന്താ പേര് പറഞ്ഞടാ? നിൻ്റെ പേരെന്താ പറഞ്ഞല്ലോ? ഇപ്പം എന്താ ഒന്നും കൂടി പറയാ? ഇതൊരു സാധനത്തിൻ്റെ പേര്. ആ, അങ്കദൻ. അങ്കദൻ, ആ, ഞാൻ കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് നീ ഇപ്പം പറയുമ്പോഴേ ഞാൻ കേൾക്കണുള്ളൂടെ. പിന്നെ എന്താ പറഞ്ഞത്? നിന്നെ ആരോ ഇങ്ങോട്ട് പറഞ്ഞയച്ചു അല്ലേ? എന്താ എന്താ വിദ്വാൻ? ആ, രാഘവ കോയം. ആരാ ഈ രാഘവൻ? നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു എന്ന് പറയണില്ലേ ഒരു വിദ്വാൻ? രാമൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. ആരവൻ? ആരാ ഈ രാമൻ? എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. കിമർത്ഥം പ്രാപടവാനിഹ. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഈ രാമൻ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതും എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. എനിക്ക് ഇവരെ ഒന്നും പരിചയമില്ല, കേട്ടിട്ടന്നല്ല. പിന്നെ നീ എന്തോ പറഞ്ഞല്ലോ? ആ, എൻ്റെ അച്ഛൻ്റെ പേര് അല്ലേ? ഞാളുടെ മകനാണ് എന്നല്ലേ നീ പറഞ്ഞത്? കോസൗ ബാലീതി നിർദ്ദിഷ്ട. ഈ ബാലി എന്ന് പറയുന്നത് അതാരാ? എൻ്റെ അച്ഛനെ. എൻ്റെ അച്ഛൻ്റെ പേരല്ലേ പറഞ്ഞത്? ബാലി. എടാ, ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയാം? നീ ആരാ? ഒരു വാനരം അല്ലേ? ഒരു കുരങ്ങൻ. അപ്പം എൻ്റെ അച്ഛനും അതന്നെ ആവൂലോ, അല്ലാണ്ട് വേറൊന്നും ആവാൻ വഴിയില്ല. കുരങ്ങൻ്റെ അച്ഛൻ വേറൊരു കുരങ്ങൻ അല്ലേ? അല്ലാണ്ട് വേറെ വല്ലതും ആവുമോ? ഒരിക്കലുമില്ല. അപ്പം എൻ്റെ അച്ഛനും ഒരു കുരങ്ങനാവും. ഞാൻ എങ്ങനെയാ പിന്നെ അറിയാം? കസ്യപുത്ര പ്ലവംഗമാ. ഈ പ്ലവംഗമം ആരുടെ പുത്രനാ? കസ്യപുത്ര പ്ലവംഗമാ. ഈ പ്ലവംഗമം ആരുടെ പുത്രനാ? കുരങ്ങൻ ആരുടെ മകനാ എന്നുള്ളത് ആരെങ്കിലും അന്വേഷിക്കുക ഉണ്ടോ? ഒരു കുരങ്ങനെ കാണുമ്പോൾ അതിൻ്റെ അച്ഛനാരാ, അമ്മ ആരാ, ഇത്ര സഹോദരന്മാരുണ്ടോ, ഇതൊക്കെ ആരെങ്കിലും അന്വേഷിക്കാൻ പോകാറുണ്ടോ? ഉണ്ടോ? എവിടെയെങ്കിലും കണ്ടുണ്ടോ ഒരു കുരങ്ങനെ? അതാ ഒരു കുരങ്ങൻ. ഈ എടാ കുരങ്ങാ, എൻ്റെ അച്ഛനാരാ? എന്താണ് എൻ്റെ അച്ഛൻ്റെ പേര്? ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് ചോദിക്കണ കണ്ടുണ്ടോ? ഒരു കുരങ്ങൻ്റെ അച്ഛൻ ആരായാലും ഇപ്പം എന്താ? അതാരും അന്വേഷിക്കാറില്ല. അത് കുരങ്ങൻ എന്നല്ല, ജന്തുക്കളായിട്ടും ആയിക്കോട്ടെ. ഒരു ജന്തുവിൻ്റെ അച്ഛനാരാ, അമ്മയാരാ, ഇതൊന്നും വിശേഷിച്ചറിയേണ്ട ആവശ്യമില്ല. ഒരു ആവശ്യമുള്ള പ്രവൃത്തിയല്ലാടെ. ഇല്ല എന്നല്ല ഞാൻ പറയണത്. ഇങ്ങനെയുണ്ട് ചില ആളുകൾ, ഇങ്ങനെയുള്ള ജന്തുക്കളുമായിട്ട് സഹവാസമുള്ള ചില ആളുകളുണ്ട്. അവരുടെ പ്രധാന പ്രവൃത്തി തന്നെ ഇതാ. ജന്തുക്കളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അതിൻ്റെ അച്ഛനാരാ, അമ്മയാരാ, ഇതാരൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ടാവുക. ഇതൊക്കെ ചില കേമന്മാരുടേതായിട്ടാണ് കണക്കാക്കിയേക്കണത് കേട്ടോ. അങ്ങനെ ചില കേമന്മാരും ഉണ്ട്. വേറെ പ്രവൃത്തിക്കൊന്നും പോകാൻ പറ്റാണ്ട് ആകുമ്പോൾ ജന്തുക്കളുടെ പിന്നാലെ നടക്കുക. അവരെയും കേമനായിട്ട് കൊണ്ട് നടക്കണവരൊക്കെ ഉണ്ട്. ഞാനത് അത്ര കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇതാരാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. കസ്യപുത്ര പ്ലവംഗമാ. ഒരു കുരങ്ങൻ്റെ അച്ഛനാരാ എന്നുള്ളത് അന്വേഷിച്ച് നടക്കലല്ല എൻ്റെ വിഷയം. അതുകൊണ്ട് നീ ആരുടെ മകനായാലും എനിക്ക് വിരോധമില്ല. എനിക്ക് ഇവരെ ആരെ അറിയില്ല. ഈ പറയണ രാമനെ അറിയില്ല, എൻ്റെ അച്ഛനാണെന്ന് പറയണ ബാലിയെ അറിയില്ല. ഇതൊന്നും ഞാൻ അന്വേഷിക്കണ വിഷയങ്ങളല്ല. മറ്റ് പലതും ഉണ്ട് ഇവിടെ. എനിക്ക് പ്രവർത്തിക്കാൻ വളരെ ഗൗരവമായിട്ടുള്ള പലതും ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് അന്വേഷിക്കേണ്ടി വന്നിട്ടുമില്ല, ഞാൻ കേട്ടിട്ടുമില്ല. എനിക്ക് ഇവരെ ആരെ അറിയില്ല എന്ന് ആ രാവണൻ അങ്കദനോട് പറഞ്ഞു. എന്തിനാ പറഞ്ഞു വെച്ചാൽ, ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അങ്കദൻ ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കോളും. ഈ കുരങ്ങനെ ഇവിടുന്ന് പോവും. അറിയില്ല ഇന്ന ആൾ പറഞ്ഞിട്ടാ വരണത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ അയാളെ അറിയില്ല എന്നങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്നിട്ട് പ്രയോജനമില്ലല്ലോ എന്ന് വിചാരിച്ച് ഇവൻ പോയിക്കോളും എന്ന് കണക്കാക്കിയിട്ടാണ് രാവണൻ അങ്കദനോട് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ അങ്കദൻ എന്താ കണക്കാക്കിയത്? ഓഹോ, അങ്ങനെയാണ് അല്ലേ ദിവൻ്റെ ഉപായ. ഞാനിവിടുന്ന് മിണ്ടാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഇവനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയണത്. പക്ഷേ അത് സമ്മതമായിട്ട് ഞാനിവിടുന്ന് അങ്ങോട്ട് പോവല്ലല്ലോ വേണ്ടത്. അറിയില്ല
അല്ലേ? എന്നാ ഞാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞ് പോവല്ല വേണ്ടത്. പിന്നെയോ ഇവരെയൊക്കെ ഇവൻ നന്നായിട്ട് അറിയും. എൻ്റെ സ്വാമി ശ്രീരാമചന്ദ്രനെ അറിയും, അച്ഛനെയും നല്ല പരിചയമുണ്ട് എന്നുള്ളത് ഇവനെ കൊണ്ട് അങ്ങോട്ട് സമ്മതിപ്പിക്കണം, രാവണനെ കൊണ്ട് സമ്മതിപ്പിക്കണം എന്ന് അങ്കദൻ ഉറച്ചു. അങ്ങനെ ഉറച്ച് അതിന് എന്താ പറയേണ്ടത് എന്നാലോചിച്ച് അങ്കദൻ രാവണനോട് പിന്നെയും ചില വാക്കുകൾ പറയുവാനായിക്കൊണ്ട് ആരംഭിച്ചു.